കൊച്ചിയിൽ കഞ്ചാവുമായി പിടിയിലായ 2 സിനിമാ സംവിധായകർക്കുമെതിരെ നടപടിയുമായി ഫെഫ്ക. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഫെഫ്ക നിർദ്ദേശം. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യും. വിവരങ്ങൾ കെ ഉമേഷ് നൽകും. ഈ റിപ്പോർട്ടോടെ 9 PM പൂർണ്ണമാകുന്നു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു എക്സൈസ് സംഘം കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തിയത്. അവിടെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആ പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്ന് 2 സംവിധായകരുടെ കൈവശമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് കണ്ടെത്തിയത്. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇവർക്കൊപ്പം ഇവരുടെ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിങ്ങനെ 3 പേരെയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുത്ത ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും എക്സൈസ് കടന്നു. 3 പേരുടെയും വൈദ്യപരിശോധനയടക്കം നടത്തി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ 3 പേരെയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആരാണ്, ഈ കഞ്ചാവിൻ്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജു ഇന്ന് കൈരളി ന്യൂസിനോട് പറയുകയുമുണ്ടായി. ഈ കഞ്ചാവ് പിടിച്ചെടുത്ത അല്ലെങ്കിൽ സംവിധായകരിൽ നിന്ന് ഈ കഞ്ചാവ് കണ്ടെത്തിയ ആ ഫ്ലാറ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറാണ്. സമീർ താഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഈ കഞ്ചാവുമായി സംവിധായകരെ പിടികൂടിയതെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഈ കഞ്ചാവ് പൊടിക്കുന്ന മെഷീൻ അടക്കം കണ്ടെടുക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ സമീർ താഹിറിനും ചോദ്യം ചെയ്യാനായി എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. സമീർ താഹിറിന് ഉടൻ തന്നെ നോട്ടീസ് അയക്കും എന്നുള്ളതാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംവിധായകർ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇങ്ങനൊരു വിവരം അറിഞ്ഞുടൻ ഇവർ അറസ്റ്റിലായി എന്ന വിവരം അറിഞ്ഞുടൻ തന്നെ എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസിൻ്റെ നടപടി ഉണ്ടായി എന്നറിഞ്ഞുടൻ തന്നെ ഫെഫ്ക അവരുടെ അടിയന്തര യോഗം ചേർന്നു. ഓൺലൈനായാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ട 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്യാനും ഈ യോഗം തീരുമാനിച്ചു. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ എടുക്കാനാണ്, സംഘടനാ തലത്തിൽ നടപടിയെടുക്കാനാണ് ഫെഫ്കയുടെ തീരുമാനവും. അതേസമയം ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തും എന്ന് എക്സൈസും വ്യക്തമാക്കിയിട്ടുണ്ട്.